വെൽക്കം മിക്സ് മേക്കപ്പ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് വാസ്തുപുരുഷ തത്വത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മതങ്ങളും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് വാസ്തുപുരുഷ തത്വത്തെ പറ്റിയാണ്. മനസ്സിലായില്ലേ? അതിൽ പല പല രൂപങ്ങളും പല പല ക്യാരക്ടേഴ്സും, ഇപ്പം മായാവി, കുട്ടിച്ചാത്തൻ, അതേപോലെ ഡോറിമൻ പോലെയൊക്കെയാണ് എല്ലാ മതങ്ങളിലും ദൈവങ്ങളെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ജ്യോതിഷപരമായി കണക്റ്റഡാണ്. ജ്യോതിഷത്തിൽ പറയുന്ന തത്വങ്ങളെ അതൊരു കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ നാടകമായി അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഉള്ളൊരു കഥാപാത്രമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസ്തുപുരുഷ തത്വവും നമ്മുടെ രാജ്യം, ഇപ്പോൾ നമ്മളെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ വാസ്തുപുരുഷ തത്വവുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യങ്ങളോട്, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, അതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം എന്നാണ്. ഇത് ജ്യോതിഷവുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇത് ഈ അന്ധവിശ്വാസം തെറ്റാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ടൈം എൻ്റെ DMൽ കൊണ്ടായി അടിക്കുക. മീൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് നിങ്ങൾ അതിൽ നോക്കി വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വിശ്വാസമില്ലാത്തവർക്ക്. അപ്പോൾ ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോരോ രാജ്യക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവം, എന്തുകൊണ്ടാണ് ഓരോരോ രാജ്യക്കാർക്ക് അവരുടെ രാജ്യത്തിൽ പ്രത്യേക ഡെവലപ്മെൻറ്റ്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ രാജ്യക്കാർ ഇങ്ങനെ എന്നൊക്കെ പല ചോദ്യങ്ങളും അതിനുള്ള ഉത്തരമെല്ലാം ഈ വാസ്തുപുരുഷ തത്വത്തിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് നീഗ്രോസ് അങ്ങനെ, എന്തുകൊണ്ടാണ് USA സായിപ്പും വെള്ളക്കാരൊക്കെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഈ വാസ്തുപുരുഷ തത്വം എന്ന തിയറി നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹിന്ദു മിത്തോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഈ പറഞ്ഞ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഭൂമിയുടെ അടിയിൽ തളച്ചിട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഭൂമിയുടെ അടിയിൽ തളച്ചിട്ടു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഈ ഒരു തളച്ചിട്ട ഒരു ആളുടെ ഫേവറബിളായിട്ടുള്ള പ്ലേസ്മെൻറ്റിലാണ് ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പോഴായാലും എന്ത് ചെയ്യുമ്പോഴായാലും പ്ലേസ് ചെയ്ത് വച്ചിരിക്കുന്നെങ്കിൽ അത് നല്ല പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഈ വാസ്തുപുരുഷ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ലോകം മുഴുവൻ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. മനസ്സിലായി? ഈ വാസ്തുപുരുഷനുമായി ബന്ധപ്പെട്ട് ഫേവറബിൾ ആയിട്ടാണ് നമ്മൾ ഒരു സ്ഥലം നിർമ്മിക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ അതിൻ്റെതായ ഒരു രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടും, യൂണിവേഴ്സൽ സപ്പോർട്ട് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ കിട്ടും. അപ്പോൾ നമ്മളിതേപോലെ ഇങ്ങനെയാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഖുറാനിലും അതേപോലെ തന്നെ ബൈബിളിലും അതൊക്കെ കണക്റ്റ് ആകുന്നതെന്ന് നോക്കുക. അതേപോലെ മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും ഖുറാൻ ബൈബിൾ എന്ന് പറഞ്ഞ കാട്ടി മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും ഇതെങ്ങനെയാണ് ഈ സംഭവം അപ്ലൈ ആകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ മതത്തിലും അതേപോലെ മുസ്ലിം മതത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ വാസ്തുപുരുഷ തത്വത്തിൻ്റെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ദൈവമെന്നാണ് പറയുന്നത്. ഇപ്പം എങ്ങനെ പണിഞ്ഞാലും അതിൻ്റെ ദൈവമാണ് എല്ലാം എന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ഹിന്ദു മിത്തോളജി മാത്രമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലപുരുഷ തത്വം എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഖുറാനിലും മീൻസ് ക്രിസ്ത്യൻസിലും മുസ്ലിംസിലും ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ബൈബിളിലും ഖുറാനിലും ഒക്കെ ചിലപ്പോൾ ഇത് കാണാൻ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്കിത് മുസ്ലിംസും ക്രിസ്ത്യൻസിലും നമ്മളൊരു തത്വം കൃത്യമായി പറയുമ്പോൾ ചില മിസ്റ്റേക്കൊക്കെ പറ്റും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ മാക്സിമം രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം ഞാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ നോക്കുമ്പോൾ എന്തോന്നാണ് ഇവിടെ ദൈവം മോശയ്ക്ക് നൽകിയ ഒരു നിർദ്ദേശങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സമാഗമന കൂടാരം പണിയുമ്പോൾ ഇപ്പോൾ അതെങ്ങനെ നിർമ്മിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രവേശന കവാടം കിഴക്ക് ആയിരിക്കണമെന്നാണ് അതിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഈ സൂര്യൻ്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ
പ്രകാശം കൂടുതൽ അടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സൂര്യൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ കിഴക്കെന്ന് പറയുമ്പോൾ തന്നെ ഈ സൺ എന്ന് പറഞ്ഞ ഗ്രഹവുമായി സ്വാധീനമുള്ള ഒരു ദിശയാണ് ഈ പറയുന്ന പോലെ എന്താണ് അതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ടാം വരവെന്ന് പറയുമ്പോൾ നമ്മൾ ഖുറാനിലായാലും ബൈബിളിലായാലും പറയുന്നത് ഈ കിഴക്ക് ദിശയെ തന്നെയാണ്. ഓക്കെ, കിഴക്ക് ദിശയാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവിടെ കൂടെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ്. അത് എല്ലാ രീതിയിലും ഹിന്ദു ഖുറാനിലായാലും അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ ദിശയാണ് പറയുന്നത്, മനസ്സിലായി. കാരണം അത് സൂര്യൻ്റെ ദിശയായതുകൊണ്ടാണ് അങ്ങനെ, അതാണ് കാര്യം. അപ്പോൾ ഇത് ബൈബിളിൽ അപ്ലൈ ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സംസ്കാരമൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ശവ സംസ്കാരം ചെയ്യുമ്പോൾ അതിൻ്റെ ഫൂട്ട് കാലിരിക്കുന്ന ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിഴക്കുമായി ബന്ധം വേണമെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. കിഴക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദൈവം രണ്ടാമതായി വരുന്നത് കിഴക്കിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കിഴക്കിൽ നിന്ന് വരുന്ന സമയത്ത് ദൈവവുമായി കണക്ട് ചെയ്യാനാണ് ആ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. മീൻസ് കിഴക്കെന്ന് പറയുമ്പോൾ ഇല്ല, ഇപ്പോൾ മുസ്ലിംസിലും പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് സൈഡിൽ കൂടെ ഒരു കറുത്ത കൊടിയും കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ, ലോകാവസാനം. അപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതൊക്കെ സൂര്യൻ്റെ റെഫറൻസാണ്. സൺ എന്ന് പറഞ്ഞ ഗ്രഹം ഒരു ഇൻഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിലായാലും അതേപോലെ തന്നെ ഹിന്ദു മതത്തിലായാലും. അപ്പോൾ ഹിന്ദു മതത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അവിടെ എന്ന് പറയുമ്പം കൽക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്തരമാണ്. അപ്പോൾ അതിൽ സൂര്യനാണ്, അപ്പോൾ അവിടെ സൂര്യൻ കണക്റ്റ് ആകുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഖുറാനിലായാലും ബൈബിളിലായാലും നോക്കുമ്പോൾ അവിടെയും ഈസ്റ്റിന് പ്രധാനം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്നിലും ദൈവം വരുന്ന ഒരു ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഈസ്റ്റിനെയാണ്, കിഴക്കിനെയാണ്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് ആയി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇത് രാജ്യങ്ങളിലോട്ട് നോക്കുമ്പോൾ രാജ്യങ്ങളെ കേസ് ഇതാണ് കാര്യം. ഓക്കെ, അതുമാത്രമല്ല ഇപ്പോൾ ഒരു ആരാധനാലയം ഒരു പ്രാർത്ഥനാ സ്ഥലം പണിയുമ്പോൾ തന്നെ അത് എങ്ങനെയായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്കായിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആരാധനയിൽ മീൻസ് പ്രാർത്ഥനാ സ്ഥലങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, സൺ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ടാണ്, മനസ്സിലായില്ലേ, അതാണ് കാര്യം. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്, മനസ്സിലായില്ലേ. പിന്നെ മീൻസ് സൺ എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഇരുട്ടിനെ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി ഉണർത്തുക. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ കിഴക്ക് എന്ന് പറയുന്നൊരു ഡയറക്ഷനിലോട്ടൊക്കെ ഈ ആരാധനയായും അതേപോലെ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടിനെ മാറ്റി വെളിച്ചം വരിക അപ്പോഴും സൂര്യനെയാണ്. അപ്പോൾ ഖുറാനിൽ ഇതേപോലെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിന്നൽ പോലെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഖുറാനിലാണോ ബൈബിളിലാണോ എനിക്കറിയത്തില്ല, ഒരു മിന്നൽ പോലെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അഗ്നി തത്വമാണ് അവിടെ അപ്ലൈ ആവുന്നത്, മനസ്സിലായില്ലേ. ദൈവം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഗ്നിതത്വത്തിന് നമ്മൾ ഇനിയാണ് കണക്റ്റ് ആവുന്നത്. ഇനി ഇപ്പോൾ അഗ്നിതത്വവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യമെന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ കാര്യങ്ങളായി ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രാജ്യമാണ് പരമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മീൻസ് അത് ഇനി ഫ്യൂച്ചറിൽ ചൈന ഇങ്ങനെ ദിശകാലത്തിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചൈന ഇനി അമേരിക്കയേക്കാൾ അല്ലെങ്കിൽ അമേരിക്കയുടെ തുല്യം രീതിയിൽ അത് ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങളൊക്കെ ഉയർന്നു വരുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ചൈന എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതുമാത്രമല്ല ചൈനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ സൂര്യൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ തത്വത്തെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ ചകഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും. 3 മതഗ്രന്ഥങ്ങളും കൂടെ നിങ്ങൾ നോക്കിയാൽ മതി. ശുക്രനുണ്ട്, ബുധനുണ്ട്, അതേപോലെ വീനസ് ഉണ്ട്, മെർക്കറി ഉണ്ട്, മാർസ് ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, സാറ്റേൺ ഉണ്ട്,
അങ്ങനെ പല ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്, മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ ചൈന ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു തോന്നൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗം എൻ്റെ ടൈമിൽ ഈ പറയുന്ന പോലെ ചൈന ജപ്പാൻ ആ ഒരു കൊറിയ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പക്ഷേ ചൈന ജപ്പാൻ ഇങ്ങനത്തെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടെന്നായിരിക്കും ഒരാൾ വരുന്നത് എന്നാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല ഈ സംഭവത്തിലൂടെ, പക്ഷെ എൻ്റെ ഒരു ഫിലോസഫി വേറെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് സൂര്യൻ ജ്യോതിഷത്തിൽ പറയുന്നത് കിഴക്കിനെയാണ്. അത് ഞാൻ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹവുമായി കണക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ പണ്ട് ഇതേപോലെ ചൈനയും അതേപോലെ തന്നെ ജപ്പാനും അതേപോലെ USA ഒക്കെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആസ്ട്രോളജിക്കൽ സംഭവം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് US എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് സാറ്റേൺ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് സ്വാധീനമുണ്ട്, പിന്നെ രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തിന് സ്വാധീനമുണ്ട്. അപ്പോഴത്തേക്കും രാഹുവും സൂര്യനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഈ സൂര്യനെ മറയ്ക്കാൻ പറ്റും. കാരണം രാഹു ഡിലൂഷൻ കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ പറ്റും എന്നാണ് രാഹുവിൻ്റെ ഒരു പ്രത്യേകത, രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ പ്രത്യേകത. അപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ശനിയും സൂര്യനും തമ്മിൽ ഓപ്പോസിറ്റാണ്. അത് പിതൃപുത്ര ബന്ധമാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും അത്ര സെറ്റപ്പല്ല, ഒത്തുചേരത്തില്ല. ഇപ്പോൾ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എക്സ്പാൻഡായി പോകും. മീൻസ് എപ്പോഴെങ്കിലും വേറെ ഇതിലോട്ടൊക്കെ പോകും. അതാണ് കാര്യം. അപ്പോൾ ഈ ചൈനയും അതേപോലെ തന്നെ USA ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെ തമ്മിൽ ഇങ്ങനെ വേർതിരിഞ്ഞ് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ USA ചൈനയും ജപ്പാൻ ഇപ്പോൾ US നിന്നും ഭയങ്കര ഡൈവേർട്ടായി രണ്ട് രാജ്യങ്ങൾ നിൽക്കാനുള്ള കാര്യം അതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ രാഹു എന്ന് പറഞ്ഞ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക പോലത്തെയാണ്. മീൻസ് പുകമറ പോലെയാണ്. മീൻസ് അത് ഈ സൂര്യനെ മറയ്ക്കുമ്പോൾ ഈ സൂര്യന് തെളിയിക്കാൻ പറ്റത്തില്ല. മീൻസ് അത്രയും പ്രകാശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ചൈന എന്തോ നീക്കിയിട്ടുണ്ട് ഇപ്പോഴും ഈ US എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അണ്ടറിൽ നിൽക്കുന്നത്. ഇപ്പോൾ ലോകത്തെ ടോപ്പ് എന്ന് പറയുമ്പോൾ US തന്നെയാണ്. പക്ഷെ അങ്ങനെ US ആവാത്തതിൻ്റെ കാരണം അത് ഈ ഒരു ജ്യോതിഷ തത്വത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, മനസ്സിലായത്? അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ പറയുകയാണെങ്കിൽ എന്നുവെച്ചാൽ US എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ഈ എന്തോന്നാണ് ശനിയും രാഹുവും തമ്മിലുള്ള കണക്ഷൻ വന്നത്. കാരണം നമ്മൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തിലോട്ടാണ് അമേരിക്കയുള്ളത്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കണക്ഷൻ അതുകൊണ്ടാണ്. അമേരിക്കയും ചൈനയും അതുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന അമേരിക്കയുടെ ഇല്യൂഷൻ കൊണ്ട് മാത്രമാണ് ചൈനയ്ക്ക് ഇപ്പോഴും ഒരു അവരുടെ അണ്ടറിൽ കിടക്കുന്നത്. പക്ഷേ ചൈന ജപ്പാൻ എന്ന് പറയും വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. സാമ്പത്തികമായിട്ടും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ ഒരു അമേരിക്കയുടെ ഇലൂഷൻ കൊണ്ട് പറഞ്ഞു കിടക്കുകയാണ്. ഇലൂഷൻ മീൻസ് അവർ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലുള്ള പല ശാസ്ത്രങ്ങളും അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, പല രാജ്യത്തു നിന്നുള്ള പല ശാസ്ത്രങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇപ്പോൾ അവർ പറയുകയാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്, എല്ലാ ക്രെഡിറ്റ് അവർക്കാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ലോകത്ത് വലിയ രാജ്യമെന്ന് എല്ലാവരും പറയുന്നത് അമേരിക്ക USA ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇലൂഷൻ, കൺകെട്ട് വിദ്യ. ഇത് കാണിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ശാസ്ത്ര ശാഖ ഉണ്ടാക്കി അങ്ങനെ പോയി ഒരു മാനിപ്പുലേഷൻ രീതിയിൽ ഇതാണ് അവർ കാണിച്ചത്. അത് മാത്രമല്ല രാഹു എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, അത് വളരെ പെട്ടെന്നായിരുന്നു. അതിലൂടെ അവർ ഗുണം പിടിക്കാൻ തുടങ്ങി. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ മുതൽ തൊട്ട് USA. അത് കഴിഞ്ഞ ശേഷം USA ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നീതിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, രാഹു എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനെ പറയുന്നുണ്ട്. അതേപോലെ നിയമം, അച്ചടക്കം, ഹാർഡ് വർക്ക്, ഇതെല്ലാം ചെയ്യുന്നത് ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റൻ രാഹു കോംബോയിലാണ് ഈ പറഞ്ഞ പോലെ US എന്ന് പറഞ്ഞ രാജ്യം കിടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ്. അതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ്, അതാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കയുടെ ഗ്രോത്തിനെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ രാഹുവും ശനിയും തമ്മിലുള്ള കോംബോയാണ്, മനസ്സിലായത്? അതാണ് ഇവിടെ അപ്ലൈ ആവുന്നത്, മനസ്സിലായത്? ഇനി നമുക്ക്
നീഗ്രോസിൻ്റെ കണക്ക് നോക്കുക. അവരെന്ന് പറയുമ്പോൾ സൗത്ത് ഡയറക്ഷനാണ്, മനസ്സിലായില്ലേ? സൗത്ത് എന്ന് പറയുമ്പം ആസ്ട്രോളജി വൈസ് നോക്കുകയാണെങ്കിൽ സൗത്ത് മാത്രം നോക്കുകയാണെങ്കിൽ അത് ചൊവ്വയുടെ ഇതാണ്. സൗത്ത് വെസ്റ്റ് ആകുമ്പോൾ വേറെയാണ്, പക്ഷേ സൗത്ത് മാത്രം നോക്കുകയാണെങ്കിൽ അത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സൗത്തിൽ കിടക്കുന്ന ഏതാണ് നീഗ്രോസ്, കറുത്തവർഗ്ഗക്കാർ, അവർക്ക് കൂടുതൽ ശാരീരികമായ ആരോഗ്യം, കുറച്ചും കൂടെ ശാരീരികമായി കുറച്ച് പവർഫുള്ളും നല്ല ചൂടോ കൂടിയ സ്ഥലം അവിടെയാണ്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അത് മാത്രമല്ല കുറച്ച് വയലൻസ്, അടിപിടി, അഗ്രഷൻ ഇതൊക്കെ കൂടുതൽ അതുകൊണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനം ആ രാജ്യത്തിലുള്ളത് കൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാകുന്നത്. അപ്പോൾ എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരും അവരുടെ പ്രവർത്തനം, അവരുടെ ടെക്നോളജി, അവരുടെ തീരുമാനം എല്ലാം ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നീഗ്രോസ് അതുകൊണ്ടാണ് അവർ കുറച്ച് അഗ്രസീവായിട്ടും അതേപോലെ തന്നെ കുറച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കൂടുതൽ അവർക്കാണ്, ഏറ്റവും കൂടുതൽ വയലൻസ് കൂടുതൽ അവർക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഇനി നമുക്ക് ശുക്രൻ എന്ന് പറയുന്ന വീനസ് എന്ന് പറഞ്ഞ ഗ്രഹത്തെ പറ്റി നമുക്ക് നോക്കാം. വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷപരമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീനസ് എന്ന് പറയുന്നൊരു ഡയറക്ഷനുണ്ട്, വീനസിന് പ്രത്യേക ഡയറക്ഷനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അലങ്കാരം, ഡിസൈൻ, ഭംഗി, ഒരു പ്രത്യേകത, ഭംഗി, തിളക്കം, നക്ഷത്രം, ഇതെല്ലാം ഡിസൈൻ, കലാപരമായ മേഖല, ഇതെല്ലാം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവുമായാണ് സൂചിപ്പിക്കുന്നത്. മീൻസ് ബ്യൂട്ടി, ഇത് തന്നെയാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇതേപോലെ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ, സിംഗപ്പൂർ. കാരണം അവിടെ ഈ പറഞ്ഞ വീനസ് എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലത്തിലോട്ടാണ് അവിടെ രാജ്യത്തിൻ്റെ പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് ആ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ്, നല്ല ഡിസൈനായിട്ടുള്ളൊരു സ്ഥലങ്ങളും കാണാൻ നല്ല അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇതെല്ലാം ഉള്ളത്, മനസ്സിലായില്ലേ? പിന്നെ തായ്ലാൻഡ്, അവിടെ ഇത്രയും ടൂറിസ്റ്റ് കേന്ദ്രവും അതേപോലെ നല്ലൊരു കാണുവാൻ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്ഥലങ്ങളും നല്ല ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടുന്ന സ്ഥലം. അതുകൊണ്ടാണ് സിംഗപ്പൂറും. അപ്പോൾ അവിടുത്തെ സിറ്റികളിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റുകളും അവിടുത്തെ സിറ്റിയുടെ ഡിസൈൻസും അവിടുത്തെ സിറ്റി ഇപ്പോൾ വേറെയാണ്. കാരണം ബാക്കി നമ്മൾ എവിടെ പോയാലും ലോകത്തുള്ള ഏത് രാജ്യത്ത് പോയാലും അവിടെ കിട്ടുമ്പോൾ ഒരു മനോഹരമായൊരു ക്ലൈമറ്റ് കിട്ടത്തില്ല, ഒരു ഡിസൈൻ കിട്ടത്തില്ല. അതാണ് സിംഗപ്പൂരിൻ്റെ പ്രത്യേകത. അതാണ് ഞാൻ പറയുന്നത്, സിംഗപ്പൂർ എന്ന് പറയുന്നത് വീനസ് എന്ന് പറഞ്ഞ ഗ്രഹത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ വീനസ് എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സൈഡിലോട്ടാണ് വീനസിൻ്റെ ഗ്രഹം സ്വാധീനിക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, സൗത്ത് ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സൗത്ത് ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ വീനസ് എന്ന് പറഞ്ഞ ഗ്രഹം ഇൻഫ്ലുവൻസ്ഡ് ആവും. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള നല്ല അടിപൊളിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്, മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് പറയാം, ഇന്ത്യയെ പറ്റി നമുക്ക് പറയാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആസ്ട്രോളജി ഇങ്ങനെ കണക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹവുമായിട്ടാണ് ഇന്ത്യ കണക്റ്റ് ആവുന്നത്, മനസ്സിലായില്ലേ? ഇന്ത്യ. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നീഗ്രോസ് എന്നൊക്കെ പറയുമ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹവുമായി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ മതി. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് സെൻട്രലിലാണ്, ലോകത്തിൻ്റെ സെൻട്രൽ സൈഡിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാണ്, മനസ്സിലായില്ലേ? ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹവുമായിട്ട് കണക്ഷനുള്ള ദൈവമാണ് ദൈവം. അപ്പോൾ ഇതാണ് കാലപുരുഷൻ. ഈ തറയിൽ കിടക്കുന്നതാണ് കാലപുരുഷൻ. ഇതിൻ്റെ കൃത്യം നടുക്കാണ് ബ്രഹ്മാവിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം പുരാണങ്ങളിൽ പറയുന്നത് ഈ കാലപുരുഷൻ്റെ നടുക്ക് ബ്രഹ്മാവ് കയറിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാലപുരുഷൻ എന്ന് പറയുന്ന ഈ അസുഖം തളയ്ക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ ദേവന്മാരും അതുപോലെ തന്നെ പല ആൾക്കാരും തളച്ചു, പക്ഷേ ബ്രഹ്മാവ് നടുക്കിരുന്നു എന്നാണ് പറയുന്നത്. നടുക്കിരുന്ന് തളച്ചു എന്നാണ് പറയുന്നത്, മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ സെൻട്രൽ സൈഡിലോട്ട് വന്നത്, മനസ്സിലായി? സെൻട്രൽ സൈഡ് ഇന്ത്യ നമ്മൾ ലോകം നോക്കുമ്പോൾ സെൻട്രൽ സൈഡാണ് ഗുരു പിന്നെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ, മനസ്സിലായില്ലേ?
പ്ലാനറ്ററി ഇൻഫ്ലുവൻസിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് ജ്യോതിഷമായി കണക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് ഇതേപോലെ സന്യാസിമാർ, യോഗിമാർ, മഹർഷിമാർ, സ്പീച്ചിലായിട്ടുള്ള ആൾക്കാരെല്ലാം ഉള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ അതുകൊണ്ടാണ് ആത്മീയമായി ഒരുപാട് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ദൈവികതയുടെ നാടാണ്, ഒരു രാജ്യ നാടാണ്, മീൻസ് ആത്മീയതയുടെ നാടെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാവരും പറയേണ്ട കാരണം അതുകൊണ്ട് തന്നെയാണ്. ഈ ജൂപ്പിറ്ററിന് പേർന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? അതാണ് ഇങ്ങനെ. അപ്പോൾ അടുത്തതായിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂണെന്ന് പറയുന്ന ഗ്രഹം ഇൻഫ്ലുസ്ഡ് ഉള്ളത് കൊണ്ടാണ്. കാരണം മൂണെന്ന് പറയുമ്പോൾ തന്നെ വെള്ളമാണ്, തണുപ്പാണ്, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യും ആസ്ട്രോളജി തന്നെ. അപ്പം മൂണെന്ന് പറയുമ്പം ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും, ഒരു ചേഞ്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ കാനഡയാണ്. അവിടെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജലമാണ്, ജലതത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവിടെ ഈ മഞ്ഞുള്ള സ്ഥലം കൂടുതലാണ്, മീൻസ് കാനഡ. അതേപോലെ തന്നെ നോർവേ, ഇതേപോലത്തെ രാജ്യങ്ങളിലൊക്കെ മഞ്ഞ് ഒരുപാടുണ്ട്. കാരണം അവിടെ ഈ മൂണെന്ന് പറഞ്ഞ ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അങ്ങനെയാണ്, അതാണ് കാര്യം. പിന്നെ അവർക്കെന്ന് പറയുമ്പം മൂന്നെന്ന് പറയുന്ന ഗ്രഹത്തിന് റെഫറൻസ് ഉള്ള ക്യാരക്ടർ ഇൻഫ്ലുവൻസൊക്കെ ആർക്കുണ്ട്? ഈ രാജ്യക്കാർക്കൊക്കെ എല്ലാവർക്കും കാണാം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്ത്യക്കായാലും വേറെ എല്ലാ രാജ്യങ്ങൾക്കായാലും അങ്ങനെ കാണാം. ഓരോ രാജ്യങ്ങൾക്ക് അവിടെ ക്യാരക്ടറും അതുമായി ബന്ധപ്പെട്ടിരിക്കും, മനസ്സിലായില്ലേ? അവിടെ പെരുമാറ്റവും അതുപോലെ ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഇതാണ് കാര്യം. ഇനി റഷ്യയിലോട്ട് വരികയാണെങ്കിൽ, റഷ്യയിൽ എന്ന് പറയുമ്പോൾ മൂൺ ആൻഡ് മെർക്കുറി ആയി ബന്ധപ്പെട്ടതാണ്. മൂണെന്ന് പറയുമ്പോൾ റഷ്യയിലും ഇതേപോലെ തന്നെയാണ്. മൂണുണ്ട്, മെർക്കുറി ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്. ഈ മൂന്ന് ഗ്രഹത്തിന് കണക്ഷൻ അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വികസിപ്പിക്കും. അതെന്തെങ്കിലും ഒരു കാര്യത്തിനെ വികസിപ്പിക്കും, അതാണ്. മീൻസ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയാണ്, അല്ലേ? ഇന്ത്യയാണ്. അപ്പോഴത്തേക്കും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ പോപ്പുലേഷൻ വികസിച്ചു. അപ്പോൾ അത് ഗുരു എന്ന് പറയുന്നതിൻ്റെ, ജൂപ്പിറ്റർ എന്ന് പറയുന്നതിന് സ്വാധീനം. ജ്യോതിഷം നോക്കിയാൽ പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ഗുരു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് കൂട്ടുക എന്നുള്ളതിനെ പറ്റിയാണ്, എക്സ്പാൻഷനാണ്. അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇത്രയും വികസിച്ച് നിൽക്കാൻ കാരണം അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ഗുരു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനം അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയും എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് എന്ന് നമുക്ക് പറയാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യം, മനസ്സിലായില്ലേ? ഇവിടെ രണ്ടിലും ഗുരുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് ആ രീതിക്ക് കൂടി എക്സ്പാൻഷൻ സംഭവിച്ചു, ഇതാണ് കാര്യം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, റഷ്യയിൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ, മൂൺ നമ്മുടെ ഗ്രഹവും സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അവിടെ തണുപ്പ്. പിന്നെ മെർക്കുറി, ബുദ്ധിപരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുമാത്രമല്ല ചെസ്സ് പോലത്തെ ഗെയിമുകൾ അവിടെ അവർ കൊണ്ടുവന്നതും ഇതെല്ലാം ഈ മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലതും ചോദിക്കാം, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അത് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തണുപ്പാണ്. അപ്പോൾ കാനഡ ഇതൊക്കെ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാനഡ കാര്യങ്ങളും എല്ലാം വരും. മൂണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ വരും, എല്ലാം വരും. പക്ഷേ നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റഷ്യയിൽ വരും, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും തണുപ്പുണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പാരീസാണ് ലോകത്തെ ഏറ്റവും. പക്ഷേ സിംഗപ്പൂരിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീനസ് എന്ന് പറഞ്ഞ ഗ്രഹം എല്ലാം കൂടെ അവിടെ മാച്ചിങ് ആവുന്നുണ്ട്. കാരണം അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ സിറ്റിയിലുള്ള ഡിസൈൻസും അവിടെ കുറച്ച് വൃത്തിയാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ. സിംഗപ്പൂർ, മനസ്സിലായി, അത്യാവശ്യം വൃത്തി വിനയുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല നല്ല ടെക്നോളജി യൂസ് ചെയ്യുന്ന അവിടുത്തെ ആർക്കിടെക്ചർ നല്ല ആർക്കിടെക്ചറാണ്. എല്ലാം കൊണ്ടും ഈ വീനസ് എന്ന് പറയുന്ന ഗ്രഹവുമായി കണക്ട് ചെയ്യുന്ന രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെ പല ഗ്രഹങ്ങളും പല രാജ്യങ്ങളായി കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലൊരു വൈഫ് വരും, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൗസ് വരുമെന്ന് വിചാരിക്കുക.
അതേത് ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു കാലപുരുഷ തത്വം വെച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതേപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് ഡയറക്ഷനാണ് നല്ലത്, നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഏത് ഡയറക്ഷനാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, ആ കണ്ടുമുട്ടുന്ന സമയത്ത് ആ കൂട്ടുകാരുടെ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻസ് വെച്ച് നമുക്ക് കാലപുരുഷ തത്വത്തിൽ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ. ഇത് അപ്ലൈ ആക്കാനും പറ്റും. മനസ്സിലായി? അതാണ് പറഞ്ഞത്, അതാണ് കാലപുരുഷ തത്വം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ കാലപുരുഷ തത്വം എന്ന് പറഞ്ഞ തത്വത്തെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ, ഇപ്പോൾ ലോക അവസാനം ഒരു അവതാരം വരുമെന്ന് പറയും. അത് എല്ലാ മതത്തിലും, ഈ ക്രിസ്ത്യൻസിലായാലും മുസ്ലിംസിലായാലും ഹിന്ദുക്കളിലായാലും അത് ഈ പറയുന്ന പോലെ സൂര്യൻ എന്ന് പറഞ്ഞ ഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കിൽ നിന്ന് വരുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഹിന്ദു മിത്തോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിനാണ്, ഈസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് ഈ പറയുന്ന പോലെ എല്ലാം പണിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. മീൻസ് രാജധാനിയാലയങ്ങളും എല്ലാം ഖുറാനിലായാലും ബൈബിളിലായാലും പണിയാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹവുമായി ഇൻഫ്ലുവൻസ്ഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് തത്വം. അപ്പോഴത്തേക്കും കൽക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൽക്കി എന്ന് പറഞ്ഞാൽ ഒരു അവതാരം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ഗുരുവുമായി സ്വാധീനമുണ്ട്. പക്ഷേ ഇതിലൊരു അജ്ഞ തത്വം കൂടെ ഉണ്ട്, ഈ കൽക്കി എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ കത്തി ജ്വലിച്ച വാൾ, കുതിര എന്ന് പറയുമ്പം സൺ എന്ന് പറഞ്ഞ ഗ്രഹവുമായി ഇൻഫ്ലുവൻസ്ഡ് ആണ്. മനസ്സിലായി? സൺ കുതിരയിൽ വരുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതുമാത്രമല്ല, കലി മീൻസ് ഇരുട്ട്. കൽക്കി എന്ന് പറഞ്ഞ് ഇരുണ്ട് കിടക്കുക എന്നുള്ളതാണ് പറയുന്നത് കൽക്കി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി സൂര്യൻ വരുന്നു. അപ്പോൾ ഇതും അത് കണക്റ്റ് ആകുന്നുണ്ട് ഹിന്ദു മിത്തോളജിയിൽ. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പറയുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഒരു അവതാരം വരുമെന്നും അതുമായി ബന്ധപ്പെട്ട ഡയറക്ഷനും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ കാലപുരുഷ തത്വം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇങ്ങനൊരു കണക്ഷൻ ഇതിലും കൂടെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിലൂടെ ഡീകോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരാളുണ്ടല്ലോ, രജിത് കുമാർ. അപ്പോൾ ഇയാളെന്ന് പറയുമ്പോൾ ഇയാളെന്ന് പറയുമ്പോൾ ഒരു മുരുക ഭക്തനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൻ്റെ എൻഡിങ് ടൈമിൽ സൺ ആൻഡ് മാഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൗത്തിൽ നമ്മൾ പറയുന്ന ഏത് ഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന്, ആ രാജ്യത്ത് നിന്ന് ആർക്കെങ്കിലും ഇതിലൊരു പ്രസൻസ് ഉണ്ടാകും. മീൻസ് ലോകാവസാന സമയത്ത്, മീൻസ് ലോകാവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതിനെപ്പറ്റി ഞാൻ നാളെ പറഞ്ഞു തരും കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്താണ് ഈ ലോകാവസാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിലായി? അപ്പോൾ എലോ മസ്കിൻ്റെ ഈ പറയുന്ന പോലെ തിയറി, എലോ മസ്ക് പോസിറ്റീവായിട്ട് അവിടെ വരും. എലോ മസ്കിൻ്റെ ഇതുകൊണ്ട് തന്നെ ഈ ലോകം പ്രശ്നത്തിലോട്ടാകുമ്പോൾ ലാസ്റ്റ് എലോ മസ്ക് തന്നെ വരും. മനസ്സിലായി? എലോ മസ്കും ഈ മുരുകനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലോ മസ്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സത്യം അത് മീൻസ് എലോ മസ്കിൻ്റെ കൂടെയുള്ള രീതിയിൽ എലോ മസ്കിൻ്റെ ടെക്നോളജിയോ യൂസ് ചെയ്ത് തന്നെ കടിച്ച മാവിനെ കൊണ്ട് വിഷയർപ്പിക്കുന്ന പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കും. മനസ്സിലായി? അതിനെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ലോകാവസാനം എന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ എല്ലാ സൈഡിലും ദൈവം വരുമെന്നൊന്നുമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇപ്പോൾ കാലപുരുഷ തത്വത്തെ പറ്റി പറയുമ്പം ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ലോകത്തെ ടെക്നോളജി നശിക്കുമെന്ന് നമുക്ക് ചെറുതായിട്ട് പറയാം. ടെക്നോളജിയിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് മാറും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് പകരം ഈ എല്ലാ മതഗ്രന്ഥങ്ങളും ഇവിടെ ക്യാരക്ടേഴ്സും അവരെ ഉണ്ടാക്കിയപ്പെട്ട ദൈവങ്ങളും അവരുമായി രൂപിക്കപ്പെട്ട ഒരു ദൈവങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവർ. മനസ്സിലായി? ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, ഒരു മനുഷ്യരൂപതയുള്ള ദൈവത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞു. പക്ഷേ ഈ തിയറി മനസ്സിലാക്കേണ്ട വേറെ, ഇപ്പോൾ കാലപുരുഷ തത്വത്തിൻ്റെ കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഡയറക്ഷനിലും ഒരു കാലപുരുഷൻ്റെ ഓരോ ഡയറക്ഷനിലും ഓരോ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പറയേണ്ടതിന് പകരം അത് അഗ്നിദേവൻ പിടിച്ചു, അത് വൈണദേവനും പിടിച്ചു, ചന്ദ്രദേവൻ പിടിച്ചു എന്നൊക്കെ പറയും. കാല് വൈണദേവൻ പിടിച്ചു, കൈ ചന്ദ്രദേവൻ പിടിച്ചു, അങ്ങനെ പലതും പറയുന്നുണ്ട് ഈ കാലപുരുഷ തത്വത്തിൽ തന്നെ. അപ്പോൾ ഒരു രൂപം, ഒരു വ്യക്തിയെപ്പോലെ, ഒരു കഥ പോലെ അവതരിപ്പിക്കാൻ നോക്കിയതാണ്. നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കഥ പോലെ
അവതരിപ്പിക്കാൻ നോക്കുന്ന കാര്യമാണ്. മനസ്സിലായി? ഇനി ഈ ചൈനയെ വരാൻ പോകും. ഈ ചൈന ആയിരിക്കും ഈ പറയുന്ന പോലെ ഇതിനൊരു എൻഡിങ് ഇടുന്നത്. മനസ്സിലായി? ഈ പറയുന്ന പോലെ വേൾഡ് എൻ്റെ ഒരു എൻഡിങ് വേണം. അതങ്ങനെയാണ്. ഈ ചൈന ഇനി ഉയർന്നു കൊണ്ടുവരും. മീൻസ് വളരെ വളരെ ഗ്രോത്തായി വരും. അതാണ് ഈ പുള്ളി പറയുന്നത്. ആരാണ്? ദിൽകുമാർ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ. കാരണം സൂര്യനും രാഹുവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ മറയുണ്ടാവും. ഇപ്പോൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇനി മറയില്ല. അതാ കണക്ഷൻ ഞാൻ ഇവിടെ നടക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ?